ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നു. ഇന്ന് ഒരു കല്യാണത്തിന് പോകുന്നതാണ് എൻ്റെ വിശേഷം. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും പോകുന്നതിന് മുൻപ് ഒരു വിശേഷം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ് കൂട്ടുകാരെ. ബാക്കി വിശേഷങ്ങൾ ചെന്നിട്ട് പറയാം. അങ്ങനെ കല്യാണത്തിന് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം കല്യാൺ സിൽസിൻ്റെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആശ്രാമം മൈതാനത്തെത്തി. ആശ്രാമത്തിൻ്റെ അടുത്താണ് യൂനൂസ് കൺവെൻഷൻ സെൻറ്റർ. അവിടെ വെച്ചാണ് കല്യാണം. ഈ കൺവെൻഷൻ സെൻറ്ററിൽ കല്യാണം നടത്തുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആശ്രാമം മൈതാനത്ത് തന്നെയുണ്ട്. അങ്ങനെ കല്യാണ സ്ഥലത്തെത്തി. ഇതാണ് യൂനൂസ് കൺവെൻഷൻ സെൻറ്റർ. അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസൊക്കെ നല്ല ഡെക്കറേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. അകത്ത് തന്നെ ഒരു ഗണപതിയെ ഭഗവാനെ ഒരുക്കിയിരുത്തിയിരിക്കുന്നു. പൂക്കളും ജമന്തിപ്പൂക്കളും എല്ലാം ഫ്ലവേഴ്സൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മിക്കവാറുമുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളിലും ഇങ്ങനത്തെ ഡെക്കറേഷൻസ് കാണാം. അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കടന്ന് അവിടുത്തെ കാഴ്ചകളാണ്. കല്യാണം തുടങ്ങാൻ പോവുകയാണ്. ആ സമയമായപ്പോഴത്തേനാണ് എത്തിയത്. അങ്ങനെ സ്വാമി നിന്ന് അതിൻ്റെ പൂജകളൊക്കെ നടത്തുന്നു. മുകളിലായിട്ട് ക്യാമറ പോകുന്നുണ്ട്. അങ്ങനെ പാവം ഞാൻ കല്യാണം കണ്ടുകൊണ്ടിരിക്കുന്നു. കല്യാണത്തിൻ്റെ ബിഗിന്നിങ്സും എല്ലാം സ്വാമിയുടെ പൂജകളും എല്ലാം അവിടെ ഇരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ. ഇതാണ് ചെക്കൻ, കല്യാണ ചെക്കൻ. ഒരുപാട് ആളുകൾക്കിരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരുന്ന ചടങ്ങാണ്. ഇപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. താലപ്പൊലി ഒരുക്കി ലേഡീസ് രണ്ട് സൈഡിലായിട്ടും സെറ്റ് സാരിയും ഒക്കെ ഉടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. താലവും ഒക്കെ പിടിച്ച് ഉടനെ തന്നെ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ പെണ്ണ് അതിനകത്ത് എത്തി. ഓഡിറ്റോറിയത്തിൻ്റെ ആ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് എത്തി. ക്യാമറാമാനും എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. നമ്മൾക്ക് കാണാൻ പാടാ, ഇത്രയും ദൂരെ ഇരുന്ന്. ഞാൻ ക്ലോസപ്പിൽ അങ്ങനെ വീഡിയോ കിട്ടി. ഇതാണ് പെൺകുട്ടി, സുന്ദരി പെൺകുട്ടി. പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു. ദൂരെ നിന്ന് എനിക്ക് അത്ര കാണാൻ വയ്യ. ഒരുപാട് അകലത്തിലിരുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. അമ്മയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നിൽക്കുമ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ കല്യാണ ചടങ്ങുകൾ ആരംഭിച്ചപ്പോൾ ഇത് കണ്ടായി കാണുന്നത് രണ്ട് പൂക്കുറ്റി പോലെ, രണ്ടെണ്ണം പൂക്കുറ്റി. അടിമോനെ പൂക്കുറ്റി എന്ന് പറയുന്ന കണക്ക് MG ശ്രീകുമാർ പറയുന്നത് പോലെ രണ്ട് പൂക്കുറ്റി ഉടനെ തന്നെ വന്നു. ഉടനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പെൺകുട്ടികളുടെ കിടിലൻ നൃത്തം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ പച്ച ടോപ്പിട്ട പെൺകുട്ടി നല്ല പെർഫോമൻസാണ്. ബാക്കി എല്ലാ കുട്ടികളും കൂടെ നിന്ന് ഒപ്പത്തിനൊപ്പം ചുവടുകൾ വയ്ക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ പെൺകുട്ടിയുടെ മൂവ്മെൻറ്റ്സാണ്. കിടിലം സ്റ്റെപ്പുകളായിരുന്നു. കിടിലം മൂവ്മെൻറ്റ്സ് എല്ലാം കിടിലം.
മാത്രമല്ല അത് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് അടുത്ത പരിപാടി ഫുഡ് കഴിപ്പ്. അങ്ങനെ സദ്യയുടെ സ്ഥലത്തെത്തി. കിടിലം വിഭവങ്ങളാണ്. കറികൾ എത്ര ഉണ്ടെന്നറിയില്ല, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും തരത്തിലുള്ള കറികൾ. കപ്പ ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. കപ്പയും ഒരു മുളക് ചമ്മന്തി പോലെ. പിന്നെ ഈ പപ്പടത്തിൻ്റെ അടിയിലുള്ള വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ് കപ്പയുടെ കൂടെയുള്ള സംഭവം. അതെല്ലാം കഴിഞ്ഞ് ഫുഡടിയെല്ലാം കഴിഞ്ഞ് സദ്യയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കല്യാണം അങ്ങനെ ഇന്നത്തെ ഇതായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ. ഓക്കേ.